കെട്ടിടങ്ങളെ, ഖബറിന്റെ മീതെയുള്ള കെട്ടിടങ്ങളെ പൊളിച്ചു നീക്കാൻ കൽപ്പിക്കുന്നതായി ഞാൻ കാണുകയുണ്ടായി. അത് ശരിയാണെന്ന് തോന്നാൻ കാരണം എന്താ? ഹദീസിൽ തന്നെ ഇല്ലേ, വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, ഒരു പൊങ്ങി നിൽക്കുന്ന ഖബറുകളെയും നിങ്ങൾ നിരപ്പാക്കാതെ വിടരുത്. അപ്പൊ എന്നോട് പേരോട് ചോദിക്കുകയാണ് മൗലവി, കള്ള അർത്ഥമാണ് പറഞ്ഞത്. പേരോട് എന്നോട് പറയുന്നു സവ്വൈതഹു എന്ന് പറഞ്ഞാൽ ആകെ നിരപ്പാക്കണം, തട്ടി നിരത്തണം എന്നാ മൗലവി പറഞ്ഞത്. പേരോടെ വിനയത്തോടു കൂടി പറയട്ടെ, തട്ടി നിരത്തണം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനും ഉദ്ദേശിച്ചിട്ടില്ല വാട്ടർ ലെവലിൽ നിർത്തണം എന്ന്. വാട്ടർ ലെവലിൽ ഇങ്ങനെ ഖബറിങ്ങനെ പിടിച്ചോക്കിയിട്ട് ഇങ്ങനെ വാട്ടർ ലെവലിൽ നിർത്തണം, ഒട്ടും പൊങ്ങരുത് എന്ന് ഞാനും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ ഈ കെട്ടി ഉയർത്തും പോലെ ഇതിങ്ങനെ ഒന്നാകെ ഉയർത്തുന്നത്, ഈ ഒരു ചാണിലപ്പുറമുള്ള ഉയർച്ച അത് ഇസ്ലാമിലില്ല കേട്ടോ എന്ന് നിങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ വഫാത്തായിട്ടുള്ള ഉസ്മാൻ ഇബ്നു മദൂൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ അത് വലിയ ഖബറായിരുന്നു. ആ ഖബർ ചാടിക്കടന്നിരുന്ന കുട്ടികൾ, അന്നത്തെ യുവാക്കൾ വലിയ ചാട്ടക്കാരായിട്ട് അറിയപ്പെട്ടിരുന്നു. ആ ഖബർ ചാടിയിട്ട് ചാടാൻ മാത്രം, ഹൈ ജമ്പ് നടത്താൻ മാത്രം ഉയരമുള്ള ഖബറാണത്. ഇങ്ങനെ ഹൈ ജമ്പ് നടത്തിയിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ സഹോദരന്മാരെ? ഉസ്മാൻ ഇബ്നു മദൂൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ, അതിന്മേൽ അടയാളത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ പാറക്കല്ല് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിലുണ്ട്. അതല്ലാതെ അവിടുത്തെ ഖബർ ഒന്നാകെ ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചാണിലപ്പുറം അത് ഒരുപാട് കെട്ടി ഉയർത്തിയിട്ടുണ്ട് എന്നൊന്നും ചരിത്രത്തിലില്ല. ഇവർ വ്യാഖ്യാനിച്ചുണ്ടാക്കുകയാണ്. 4-5 വയസ്സുള്ള ഒരു കുട്ടിക്ക്, ആ കുട്ടിക്ക് ഒരു ചാൺ ഉയരത്തിലുള്ള ഖബർ തന്നെയും ഒന്ന് അങ്ങോട്ട് ചാടിക്കിടക്കുന്നത് അതൊരു പ്രത്യേകമായ ഒരു തമാശയായിട്ടായിരിക്കും. അതല്ലെങ്കിൽ ആ നിലക്ക് ചിന്തിക്കുന്ന പ്രായമല്ലേ അത് ഈ കാലഘട്ടത്തിൽ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്നാൽ സഹോദരന്മാരെ, അതല്ല ഇങ്ങനെ ഖബർ ചാടുന്നത് സുന്നത്ത് എന്ന നിലക്കാണോ? ഖബർ ചാട്ടം എന്നൊരു പരിപാടി, താബി കുട്ടികൾ ഇങ്ങനെ ഖബർ ചാടുക, സഹാബിമാരിങ്ങനെ അപ്പ് അപ്പ് എന്ന് പറഞ്ഞ് കൈമുട്ടിയിട്ട് ഹൈ ജമ്പ് നടത്തുന്നില്ലേ കുട്ടികൾ? അപ്പൊ സഹാബിമാരിങ്ങനെ അവരുടെ മക്കള് എന്ത് ചെയ്യാണ്? ഹൈ ജമ്പ് നടത്തുക, അപ്പൊ പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെ ഉണ്ടായിരുന്നോ സുഹൃത്തുക്കളെ? എന്നാ പിന്നെ തുടങ്ങിക്കോ, വലിയ സുന്നത്തുള്ള കാര്യല്ലേ. ഇനി സമസ്ത ഫെസ്റ്റ്, സലഫി ഫെസ്റ്റ് ഒന്നും ഇപ്പൊ പോയ വഴിയില്ലല്ലോ. എന്തായിരുന്നു ഇവിടെ സലഫി ഫെസ്റ്റും മുട്ടും ചാട്ടവും പുലിക്കളിയും മറ്റേ കളിയൊക്കെ ഇപ്പൊ ഒന്നും കാണാനല്ലേ? എന്തേ? ഉള്ളാള് ഫെസ്റ്റ് വന്നുവേ, ഉള്ളാള് ഫെസ്റ്റ് വേറെ വന്നു. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരുന്നില്ല. ഉള്ളാള് തങ്ങള് സ്റ്റേജിലിരുന്ന് ദുആ ചെയ്ത് ഫാത്തിഹയൊക്കെ ഓതിയിട്ട് പോയപ്പോഴേക്ക് സ്റ്റേജിൽ പിന്നെ നല്ല 1-ാം നമ്പർ പെണ്ണുങ്ങളെ ചാട്ടവും തുള്ളലും. ഉള്ളാള് ഫെസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരും, ഉള്ളാള് ഫെസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങി. ഇപ്പൊ സലഫി ഫെസ്റ്റ് ഇല്ല. എന്നിട്ട് അതിന് പല ന്യായങ്ങളും പറയാ. നിങ്ങൾ പറയും പല ന്യായം, പലതും ഞങ്ങളെ കയ്യിൽ ഇനിയുണ്ട് മാന്തി പുറത്തെടുക്കാൻ കേട്ടോ. അതിങ്ങനെ വരും. ഇപ്പൊ അത് കാണുന്നില്ല. ഇപ്പൊ തുടങ്ങിക്കോ ഒരു സമസ്ത ഫെസ്റ്റ്, പുതിയ ഐറ്റം. എന്താ പുതിയ ഐറ്റം? സിറാജുൽ ഹുദയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ കുട്ടികളെ ഒന്നായിട്ട് ഇങ്ങനെ പ്രത്യേക യൂണിഫോമിൽ കൊണ്ടുപോകുക, പുത്തമ്പള്ളിക്ക് പോകുക, അജ്മീറിൽ പോകുക, ഏർവാടിയിൽ പോകുക. ഇതാ അടുത്ത മത്സരം നടക്കാൻ പോകുന്നു, ഖബർ ചാട്ടം, ഹൈ ജമ്പ്. ഫസ്റ്റ് പ്രൈസ് സിറാജുൽ ഹുദ, സെക്കൻഡ് പ്രൈസ് കാരന്തൂർ മർക്കസ്. ഇനി പുതിയ മത്സരം ഉണ്ടായിക്കോ. എന്താ നിങ്ങൾ എവിടെയാ എത്തിയത്? നിങ്ങൾ എവിടെയാണ് എത്തിച്ചേർന്നത് സഹോദരന്മാരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഒരാളുടെ നബി കെട്ടിപ്പടുത്തിട്ടില്ല, സ്വഹാബിമാരും കെട്ടിപ്പടുത്തിട്ടില്ല. ഇസ്ലാമിലെ ഖബറിന്റെ ഉയരം ഒരു ചാണാണ്, ആ ചാണിനപ്പുറം ഉയർത്തിയതായിട്ടില്ല.